നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർബൺ എലമെന്റിനെ കുറിച്ചാകുന്നു. അറ്റോമിക് നമ്പർ 6 വരുന്ന എലമെന്റ് ആകുന്നു കാർബൺ. കാർബൺ എലമെന്റ് ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പിനെ കാർബൺ ഫാമിലി എന്ന് പറയുന്നു. പീരിയോഡിക് ടേബിളിലെ പി ബ്ലോക്കിൽ 14ാമത്തെ ഗ്രൂപ്പിൽ 2ാമത്തെ പീരീഡിലാണ് കാർബൺ എലമെന്റിന്റെ സ്ഥാനം. ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്ന മൂലകമാകുന്നു കാർബൺ. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ കോർ എലമെന്റ് ആകുന്നു കാർബൺ. കാർബൺ ഒരു നോൺ മെറ്റലാകുന്നു. കാർബൺ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 6ഉം മാസ് നമ്പർ 12ഉം ആകുന്നു. കാർബൺ ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോൺ 4 ആകുന്നു. കാർബൺ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺ 4 ആയതുകൊണ്ട് തന്നെ കാർബൺ ആറ്റത്തിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കുവാനായിട്ട്, അതായത് സ്റ്റേബിൾ ആകുവാനായിട്ട് 4 ഇലക്ട്രോൺസിനെ വേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കാർബൺ ആറ്റത്തിന്റെ വാലൻസി, അതായത് സംയോജകത 4 ആകുന്നു. ഏറ്റവും കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ കഴിയുന്ന എലമെന്റ് ആകുന്നു കാർബൺ. കാർബൺ കോമ്പൗണ്ടുകളെ കുറിച്ചുള്ള പഠനത്തെ കാർബണിക രസതന്ത്രം, അതായത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നു. ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് വിളിക്കപ്പെടുന്ന സയന്റിസ്റ്റിന്റെ പേരാകുന്നു ഫ്രെഡറിച്ച് ഊളർ. ഫ്രെഡറിച്ച് ഊളറിനെ ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുവാനുള്ള കാരണം ലോകത്തിൽ ആദ്യമായി കൃത്രിമമായി ഓർഗാനിക് കോമ്പൗണ്ടിനെ ഉണ്ടാക്കിയ സയന്റിസ്റ്റാകുന്നു ഫ്രെഡറിച്ച് ഊളർ. അമോണിയം സൈനേറ്റ് എന്ന ഒരു നോൺ ലിവിംഗ് സബ്സ്റ്റൻസിൽ നിന്നുമാണ് ഫ്രെഡറിച്ച് ഊളർ യൂറിയ എന്ന ഓർഗാനിക് കോമ്പൗണ്ട് കൃത്രിമമായി ലാബിൽ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഫ്രെഡറിച്ച് ഊളറിനെ ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നു. അതായത് ലോകത്തിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഓർഗാനിക് കോമ്പൗണ്ടിനെ ഉണ്ടാക്കിയ സയന്റിസ്റ്റാകുന്നു ഫ്രെഡറിച്ച് ഊളർ. യൂറിയ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ് ഫ്രെഡറിച്ച് ഊളർ ലാബിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഫ്രെഡറിച്ച് ഊളറിനെ ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നു. 1828 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫ്രെഡറിച്ച് ഊളർ നോൺ ലിവിംഗ് സബ്സ്റ്റൻസായ അമോണിയം സൈനേറ്റിൽ നിന്നും ഓർഗാനിക് കോമ്പൗണ്ടായ യൂറിയ ലാബിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തത്. അതുവരെ ആർക്കും സാധിക്കാതിരുന്ന ആ ഒരു കാര്യം അദ്ദേഹം പോസിബിൾ ആക്കിയതുകൊണ്ട് ഫ്രെഡറിച്ച് ഊളറിനെ ഫാദർ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് അറിയപ്പെടുന്നു. കാർബൺ എലമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ കാർബൺ ആറ്റത്തെക്കുറിച്ച് കുറച്ച് ഫാക്ട്സ് കൂടി നമുക്ക് പറയാനുണ്ട്. അവയാകുന്നു: മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ആകുന്നു കാർബൺ. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ആകുന്നു കാർബൺ. എന്നാൽ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ടങ്സ്റ്റൻ ആകുന്നു. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ടങ്സ്റ്റൻ ആകുന്നു. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ആകുന്നു കാർബൺ. അതുപോലെ എലമെന്റ്സിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസിനെ പ്രതിപാദിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന മൂലകമാകുന്നു കാർബൺ. എലമെന്റ്സിന്റെ റിലേറ്റീവ് അറ്റോമിക് മാസിനെ കുറിച്ച് പറയുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് എലമെന്റ് ആകുന്നു കാർബൺ. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പും കാർബൺ ഡേറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പും ആകുന്നു കാർബൺ 14. കാർബൺ 14 ആണ് കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. കാർബൺ 14 ആണ് കാർബൺ ഡേറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പ്. കാർബണിന്റെ വാലൻസിയുടെ പേരാകുന്നു ടെട്രാ വാലൻസി. അതുപോലെ കാറ്റിനേഷൻ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് കൂടിയാകുന്നു കാർബൺ. കാർബണിന്റെ വാലൻസിയുടെ പേരാകുന്നു ടെട്രാ വാലൻസി. കാറ്റിനേഷൻ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് കൂടിയാകുന്നു കാർബൺ. കാർബണിന്റെ ക്രിസ്റ്റൽ ഫോംസ് ആകുന്നു ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ ആൻഡ് ഗ്രാഫീൻ തുടങ്ങിയവ. കാർബണിന്റെ അമോർഫസ് ഫോംസ് ആകുന്നു കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി തുടങ്ങിയവ.